ട്രംപ് എന്താണ് പറയുന്നത് എന്ന്, അല്ലെങ്കിൽ അത് കാത്തിരിക്കുന്നില്ല. പ്രാഞ്ചിയാട്ടലിൽ മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, മന്ത്രി വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. സിനിമേൻ്റെ പേര് എന്താ കറക്റ്റ് എനിക്കറിയില്ല, പ്രാഞ്ചിയാട്ടൻ എന്നാണ് മമ്മൂട്ടീൻ്റെ പേര്. അതേപോലെ മന്ത്രി വിളിക്കട്ടെ, ട്രംപ് ഒന്ന് വിളിക്കട്ടെ, വിളിച്ചിട്ട് മറുപടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രേഡേഴ്സ്. അല്ലാതെ ആളുകൾ വലിയ പാനിക്കായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഡോളർ വിട്ട് ഗോൾഡ് സേഫ് ഹെവനിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണം US ക്രെഡിറ്റ് ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് മൂഡീസ് ഏജൻസി അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഫ്ലോ ഗോൾഡിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി ട്രംപ് പുട്ടിനെ വിളിച്ച ശേഷം തകരുമോ എന്ന് നോക്കാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും വിട്ടിട്ട് ബാക്കിയൊക്കെ പോകട്ടെ, വിളിക്കാതിരിക്കുക ചെയ്യട്ടെ, അവിടെ ഇട്ടതൊക്കെ ഇങ്ങോട്ട് മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഏഷ്യൻ യൂറോപ്യൻ ഷെയർസൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഇനി ഡോളറാണെങ്കിൽ 0.7 ഡോളർ ഇൻഡെക്സിൽ ഇടിച്ചിൽ വന്നിട്ടുള്ളത്. മേജർ കറൻസിയുമായിട്ട് സ്റ്റോക്കും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ ഇതിൽ പല ആളുകളും രാവിലെ മുതലേ ട്രേഡേഴ്സൊക്കെ ഗോൾഡ് ബൈയിങ് കൂടുതൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ആഫ്റ്റർ ട്രംപിൻ്റെ ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട് ഗോൾഡിലേക്ക്. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 70,040 ഇപ്പോൾ ഉള്ളത്. നാളെ 600 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഉയരുന്നുണ്ട്. ഇനി ബാക്കി സെല്ലിങ്ങും ബൈയിങ്ങും കൂടുതൽ നടക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ സംസാരത്തിന് ശേഷം. അതും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടു എന്തിനേത് ഇറാൻ്റെ കാര്യം. ഇറാന് പറയുന്നത് ഇതൊരു ഡീലിലേക്ക് വരില്ല. എങ്ങനെയെങ്കിൽ US പറയാണ് 0 ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റാണ് ഉദ്ദേശമെങ്കിൽ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള നിലക്ക് US പറയുകയാണെങ്കിൽ ഡീൽ ഉണ്ടാവില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതും ഗോൾഡ് പ്രൈസിനെ ഉയർത്തുന്ന ഒരു ഫാക്ടറാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്ത് സംസാരിക്കും എന്നുള്ളത്. പുടിനുമായി സംസാരിച്ച ശേഷം ട്രംപ് എന്ത് പുറത്തേക്ക് പറയും അതും വളരെ പ്രധാനം. ഒരു ഉള്ളിൽ സംസാരിച്ച മൊത്തം കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല. അത് ഇപ്പോൾ പോലും സെലൻസ്കിയും ഇവർ സംസാരിച്ച കാര്യം റഷ്യ പ്രൈവറ്റായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി എന്ത് സംസാരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ശേഷം ബയേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ. എന്തായാലും ഗോൾഡിനെ ഒരിക്കലും അവഗണിക്കാൻ സാധ്യതയില്ല ഇൻവെസ്റ്റേഴ്സ്, ഉറപ്പാണ്. കാരണം ഈ ഒരു ക്രെഡിറ്റ് ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട്, ഡൗൺഗ്രേഡ് ചെയ്തതുകൊണ്ട്, അതുകൊണ്ട് ഗോൾഡ് തകരുന്ന പശ്ചാത്തലമില്ല, ഉയരുന്ന പശ്ചാത്തലം. ആ ഉയരുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ്, സൈമിൾട്ടേനിയസ് എഫക്റ്റ് രണ്ടും കൂടി വരുമോ എന്നുള്ളതാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കൂടി വരുമോ എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഗോൾഡ് അതിവേഗം 25,000 പോകും. സീസ് ഉണ്ടായി കഴിഞ്ഞാൽ, സീസ് എന്ന് പറയുന്ന സാധനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് ഒരു വലിയൊരു ന്യൂസ് തന്നെയായിരിക്കും. അതിൽ നമ്മൾ എന്തായാലും എത്ര ഇതിൽ ഡൗൺഗ്രേഡിങ് നടന്നാൽ പോലും ഈ ഒരു കാര്യം കൊണ്ട് ഗോൾഡ് പ്രൈസ് താഴേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് വെറുതെ ഒരു ഫോൺ വിളി വിളിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഈ മൂഡീസ് ഏജൻസീൻ്റെ ഈ ഡൗൺഗ്രേഡിനനുസൃതമായിട്ട് ഗോൾഡ് മുകളിലേക്കും പോയേക്കും. ഇനി ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തരെ കമൻറ്റുകൾ കാണുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓരോരുത്തർ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ രാവിലെ വാങ്ങി ഇടയ്ക്ക് വിറ്റു, പിന്നെയും വാങ്ങി, അതിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ നിങ്ങളെടുക്കുക. അത് ഇന്ത്യയിൽ അതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞ പണി കിട്ടും.